ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗൗരിക്കുട്ടിയുടെ കലോത്സവ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ വിനോദ് മാഷ് തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഇതാണ് ഗൗരിക്കുട്ടി. ഗൗരി ഭരതനാട്യത്തിനും നാടോടി നൃത്തത്തിനും ഉണ്ട്. ഐബ്രോസ് വരയ്ക്കുകയാണ്. അതിന് ശേഷം ഐ ഷാഡോ ഒക്കെ ഇട്ടു. പിന്നെ കണ്ണെഴുതാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയധികം മേക്കപ്പ് ചെയ്യുന്നതെന്ന്. നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ അറിയണം എന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ ഇതുപോലെ എഴുതണം, എന്നെങ്കിലേ നന്നായിട്ട് അറിയത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും മുമ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയൊക്കെ ഭയങ്കര വൈറ്റിഷ് ആയിട്ടാണ് എല്ലാ കുട്ടികളും ചെയ്തിരുന്നത്. മറ്റേ സലീം കുമാറല്ലേ, ഏതിൻ്റെ ചതിക്കാത്ത ജന്തുവിനകത്തെ സലീം കുമാറിനെ പോലെ ഇരിക്കും എന്നെയൊക്കെ ആ സമയത്ത് മേക്കപ്പ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്കിൻ ടോണ് നോക്കിയിട്ടാണ് മിക്കവരും എല്ലാവരും ചെയ്യുന്നത്. സ്കിൻ ടോൺ നോക്കിയിട്ടാണ്. അപ്പം അത്രയൊക്കെ വൈറ്റായിട്ട് നമുക്ക് തോന്നത്തില്ല. എല്ലാവർക്കും മാച്ചിങ് ആയിട്ടുള്ള രീതിക്കാണ് ഇപ്പോൾ ഐബ്രോസ് എഴുതുന്നതാണെങ്കിലും സ്കിൻ ടോണ് കൊടുക്കുന്നതാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഗൗരിയുടെ അമ്മയാണ്. അതിനുശേഷം കയ്യിൽ അൾട്ടയിട്ടു, പിന്നെ മൂക്കുത്തി വെച്ചു. അങ്ങനെ ഫുള്ള് റെഡിയായി. നേരെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോഴേ പ്രോഗ്രാം തുടങ്ങിയില്ലാന്ന്. അപ്പോൾ സ്കൂളിനടുത്ത് നല്ല കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഗൗരിക്കുട്ടിയുടെ നമ്മുടെ ഫോട്ടോഗ്രാഫറിനൊന്ന് വർക്കുള്ളത് കൊണ്ട് വന്നില്ല. അത് ഭയങ്കര ഒരു നഷ്ടമായിപ്പോയി. കാരണം ഇത്രയും നന്നായിട്ട് ഒരുങ്ങിയിട്ട് അവളുടെ നല്ല ക്യാമറയിലെടുത്ത 2 ഫോട്ടോസ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നു. ഗൗരി, എന്താ ഫീൽ ചെയ്യുന്നേ പെർഫോമൻസ് ചെയ്യാൻ പോകുന്നതിന്? പേടിയുണ്ടോ? പേടിയുണ്ട്. നല്ലോണം കളിക്കുമോ? ഷുവർ? ഇത് ഗൗരിയുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വേറൊരു കുട്ടിയാണ്. മാഷ് ഞങ്ങൾക്കൊപ്പം സ്കൂളിലേക്ക് വന്നു. ഇനി ഫോക്കിനും ഒരുക്കാനുണ്ട്. അതുകൊണ്ട് ചെസ് നമ്പർ കിട്ടി. പിന്നെ ഉടനെ പ്രോഗ്രാമിന് കയറിയായിരുന്നു. കൃഷ്ണൻ്റെ ഐറ്റമാണ് ഗൗരി കളിച്ചത്. നന്നായിട്ട് പെർഫോം ചെയ്തവള്. ഭരതനാട്യം കഴിഞ്ഞ് വേഗം വന്ന് ഫോക്കിന് ഡ്രസ് ചേഞ്ച് ചെയ്തു. ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ഫോക്ക്. അതുകൊണ്ട് ഒരുങ്ങിയിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു. ഗൗരിയെ ഫോക്കിന് ഒരുക്കിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു. ഭരതനാട്യത്തിനും അത് തന്നെ. ഇതാണ് ഫുള്ള് ഔട്ട്ലുക്ക് ഫോക്കിൻ്റെ. അങ്ങനെ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് ഇതേ പോവാണ്. ഫോക്കിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സ്റ്റേജിൽ. ഗൗരിയുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഗൗരിയുടെ ഫ്രണ്ട്സൊക്കെ വന്നു കാര്യം പറയാൻ.
തൊട്ടടുത്ത ദിവസമാണ് റിസൾട്ട് അറിഞ്ഞത്. ഭരതനാട്യത്തിനും ഫോക്കിനും സെക്കൻഡ് പ്രൈസുണ്ട് ഗൗരിക്ക്. ഈ ഓരോ വീഡിയോസിലൂടെ ശരിക്കും മനസ്സിലാവുന്നത് കലോത്സവത്തിന് ഓരോ പേരൻസും കുട്ടികളും എടുക്കുന്ന എഫേർട്ടാണ്. ഇതിന് പിന്നിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലാണ് ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം. താങ്ക് യു.